കാസർഗോഡ് ലൈംഗിക അതിക്രമത്തിന് ഇരയായ സ്ത്രീക്ക് നേരെ പ്രതികളുടെ ഭീഷണി. പ്രതികളിൽ ഒരാൾ വധഭീഷണി മുഴക്കിയെന്ന യുവതി 24നോട് പറഞ്ഞു. 5ാം ക്ലാസ്സുകാരിയെ മകളെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ആരോപിച്ചു. 24 ബ്രേക്കിംഗ്. അത് രണ്ടുപേരിങ്ങനെ മദ്യപിച്ചിട്ട് വണ്ടിയിൽ വന്നതാണ്. ഒരു നരിക്കുഴി ഷാജി എന്ന് പറഞ്ഞ ബിരിക്കുളം താമസിക്കുന്ന ഒരാളും അടുക്കം വഴിയിലെ ഒരു ബസ് ഓടിക്കുന്ന ഒരു MRS സജി. അവരിവിടെ വന്നിട്ട് എന്നോട് തോന്നിയ ദിവസം കാണിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്, അനാവശ്യം കാണിക്കരുത്, എന്ന് പറഞ്ഞു. കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു, അവർ കേൾക്കുന്നുണ്ടായിട്ടാ. നിനക്ക് അത്ര അഹങ്കാരമൊന്നും പറഞ്ഞിട്ട് എന്നെ കയറി ഇങ്ങോട്ട് പിടിച്ച് നീ എന്താ ചെയ്യുന്നത്, നീ എന്നെ ഞൊട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ഇതാക്കി. അവർ പൈസയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കട കത്തിക്കും, നീ എന്തായാലും പിന്മാറണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോകാൻ നേരത്തെ അവരെന്നോട് പറഞ്ഞു, അങ്ങനെ അങ്ങ് നീയുടെ കച്ചവടം ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ, പിന്മാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞത്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ ഗൂണ്ടകൾക്കൊക്കെ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ സംസാരിക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ കഴിയുന്നു എന്നുള്ളത് സമാധാന ജീവിതം അലവസരപ്പെടുന്നത് തന്നെയാണ്. എന്താണ് ഈ വീട്ടമ്മ കൂടുതലായി പറഞ്ഞത്? കഴിഞ്ഞ ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് ഈ ഒരു സംഭവം. 23-ാം തീയതി രാവിലെ 10:30-ക്കും 11 മണിക്കിടയ്ക്കാണ് ഇവർ നടത്തുന്ന ഒരു ചെറിയ കടയിൽ മോരും വെള്ളം പോലെ തന്നെ തണ്ണിമത്തൻ ജ്യൂസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു ടൈലർ ഷോപ്പും ഉണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രണ്ടുപേർ കയറി വരുന്നത്. അവർ രണ്ടുപേരും ഇവരുടെ അടുത്തേക്ക് എത്തുകയും ഇവർക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. ആ പരാതി നൽകിയതിനു ശേഷം ഈ പ്രതികൾ നേരെ മുൻകൂർ ജാമ്യം എടുക്കുകയായിരുന്നു. അതിനുശേഷം പോലീസും കാര്യമായി നടപടികളൊന്നും തന്നെ കൈക്കൊണ്ടില്ല. പ്രതികൾ മുൻകൂർ ജാമ്യം തേടി എന്നാണ് പോലീസും അറിയിച്ചത്. ഇതിനുശേഷമാണ് ഈ പ്രതികൾ നിരന്തരമായി ഇവരുടെ വീട്ടിലെത്തി കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത്. അവരുടെ ആ തട്ടുകട അത് കത്തിച്ചു കളയും, നിന്നെ ഇവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ല എന്നിങ്ങനെയുള്ള ഭീഷണികൾ മുഴക്കുന്നുണ്ട്. മാത്രമല്ല പണം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത ഈ കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവർക്ക് ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ പോലും ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇതിൽ 1-ാം പ്രതിയുടെ ഭാര്യ ഇതിൻ്റെ സാക്ഷിയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി കുടുംബത്തെ ഉപദ്രവിക്കും, അതുപോലെ തന്നെ പണം വാഗ്ദാനം ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോൾ നടപടിയൊന്നും കൈക്കൊള്ളുന്നില്ല എന്നൊരു പരാതി കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് കാളിയാനം സ്വദേശി സജി, ബിരിക്കുളം സ്വദേശി ഷാജി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഈ യുവതി പരാതിയുമായി രംഗത്ത് വരുന്നത്. റവന്യൂ വകുപ്പിനെ ഉപയോഗിച്ച്, അതായത് ഇവരുടെ തട്ടുകട പുറമ്പോക്കിലാണെന്ന് ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പിന് ഒരു കത്തെഴുതുകയും അങ്ങനെ ആ കട അവിടെ നിന്ന് പൊളിച്ചു നീക്കാനുള്ള ഒരു നീക്കം ഈ പ്രതികൾ നടത്തുന്നു എന്നൊരു ആരോപണം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഉപദ്രവം ഈ യുവതിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. തന്നെ ഇവർ പട്ടാപ്പകൽ ഉപദ്രവിച്ചു, അത് പരാതിപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഈ പ്രതികൾ കടന്നതെന്ന് പറയുന്നു. അന്ന് മദ്യലഹരിയിലായിരുന്നു ഈ പ്രതികൾ ഇവരെ ഉപദ്രവിച്ചത്. പക്ഷേ പോലീസും കാര്യമായ നടപടികളൊന്നും തന്നെ കൈക്കൊള്ളുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ യുവതി പറയുന്നത്. അരുൺ പാറക്കൽ.